ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു DSMC ഗെയിമിംഗ്. ഗായ്സ്, നമ്മൾ ഇന്ന് പിന്നെ ബെഡ് വാസ് കളിക്കാൻ പോവാണ് ഗായ്സ്. സോ നമ്മൾ കഴിഞ്ഞൊരു ബെഡ് വാസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഈ ചാനലിൽ. അത് കാണാത്തവരുണ്ട്, കാണുക ഗൈസ്. പിന്നെ ഇന്ന് നമ്മൾ സ്ക്വാഡ് തന്നെയാണ് കളിക്കുന്നത്. പിന്നെ ഗൈസ് ഒരു അപ്ഡേറ്റ് ഉണ്ട്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 100 എത്രയോ കിൽസ് ആണ് ഉണ്ടായിരുന്നത് ഗൈസ്. സോ ഇപ്പം നിങ്ങൾ നോക്കി 240 കിൽസ് ആയിട്ടുണ്ട് ഗൈസ്. കുറേ കിൽസ് കൂടിയിട്ടുണ്ട്. പിന്നെ ബെഡ് ബ്രോക്കനും കുറച്ച് കൂടിയിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഗൈസ്. കാണേണ്ടവർക്ക് കാണാൻ പറ്റുന്നതാണ്. സോ എന്തായാലും നമുക്ക് ഇന്ന് സ്ക്വാഡ് തന്നെ കളിച്ചേക്കാം. ഇതല്ലോ, ഇതുമല്ല, ഇത് ഓക്കെ. നമ്മുടെ ആ സ്ക്വാഡ് കളിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാനാവും. സോ നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം. അതാ 16 ആളായിട്ടുണ്ട്. 5 സെക്കൻഡ് മാത്രം, 4 സെക്കൻഡ് മാത്രം, 3 സെക്കൻഡ് മാത്രം, 2 സെക്കൻഡ് മാത്രം. ഇത് കളി തുടങ്ങി. ഇതാരാണ്? കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതാ ഒരു ചങ്ങായി റേഞ്ച് പോയോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹലോ ബ്രോ. നമുക്ക് ഗൈസ്, പിന്നെ ഞാൻ ഇത് പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. വലിയ ട്രിക്കൊന്നുമല്ല, എന്നാലും ഞാൻ പണ്ട് കളിച്ചതിനേക്കാളും നല്ലത് ഇതാണ് ഗൈസ്. സോ പണ്ട് ഞാൻ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് വേണ്ട വൂളും അതെല്ലാം അയൺ വെച്ചിട്ട് ഞാൻ വാങ്ങും. എൻ്റെ കയ്യിൽ 1-2 ഗോൾഡ് ഉണ്ടാവും ഗൈസ്. ആ ഗോൾഡൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അത് എൻ്റെ ഇൻവെൻട്രി തന്നെയായിരിക്കും ഉണ്ടാവുക. ഇത് ഞാൻ ഫൈറ്റിനൊക്കെ പോകും, എന്നിട്ട് ഞാൻ ചാവും, ആ ഗോൾഡെല്ലാം പോകും. സോ ഇപ്പം ഞാൻ കണ്ടുപിടിച്ച ട്രിക്ക് എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ആ ഗോൾഡ് ഒറ്റന്നാണെ ഒന്നെങ്കിലും നമ്മളെ എൻഡോ ചെസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ അങ്ങനെ 12 ഗോൾഡ് ആകുമ്പോൾ നമ്മൾ നേരെ അയണാക്കുക. അയണാവുക. ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിലും നമ്മുടെ അയൺ ആർമർ ആയിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് ഞാൻ ഇപ്പോൾ കളിക്കുന്ന എല്ലാം അധികം അയണാകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് കിൽസും കൂടുന്നത്. അതായത് അയണാകുമ്പോൾ നമ്മൾ അത്ര പെട്ടെന്നൊന്നും കില്ല് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിൽസ് കുറെ കൂടും. എടാ ഇക്കില്ല എനക്കാടാ, കളമാറേ, എനിക്ക് കില്ല് താടാ, എനിക്ക് കില്ല് താടാ. ഓക്കെ, എനിക്ക് ആ കില്ല് കിട്ടിയിട്ടുണ്ട്. സോ യെല്ലോ ഹായ്. നമ്മളെ ടീം ചത്തുപോയി ഗൈസ്. അത് വല്ലാത്തൊരു ഇതായിപ്പോയി. നമ്മളെ ടീമില് ആൾക്കാരില്ല. സോ നമ്മളിപ്പോ ഇങ്ങോട്ട്, അമ്മേ ഓടാ, ഞാനിപ്പോ ഇങ്ങോട്ട് കേറുന്നില്ല. ചെറിയ ഡേഞ്ചറാണ് എൻ്റെ അടുത്ത്. എമറൽഡ് ഇല്ല. യെസ് നമ്മുടെ ബേസ് എങ്ങോട്ടേനോ. സോ ഇത് ഇങ്ങോട്ട്. അമ്മേ, ഉറപ്പില്ലാത്തവനെ. വരും. സോ ഇത് നമുക്ക് സ്വാഭാവികം. നമ്മളെ 2 ഗോൾഡ് പോയി ഗൈസ്. ആ ഗോൾഡ് ഓനെ കൊല്ലുമ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു, മറ്റേ ചങ്ങായിനെ. സോ നമുക്ക് ഗോൾഡൊക്കെ ഇതിലിരിക്കട്ടെ, ഇപ്പൊ നമുക്ക് ഉപയോഗിക്കണ്ട. കുറച്ച് ഇത് എടുക്കാം. ഗോൾഡ് നമ്മളങ്ങനെ ചെസ്റ്റിൽ വെക്കാൻ പാടില്ല, ആരെങ്കിലും വന്ന് എടുത്തുണ്ടോ. സോ നമ്മളെ ബെഡ് കവർ ചെയ്യും. ഇവിടെ ആരുമില്ല ഗൈസ്. എൻ്റെ അനിയൻ ഉണ്ടെങ്കിൽ ഓൻ കവർ ചെയ്ത് വെക്കുന്നു. ഗ്രീൻ ഇങ്ങോട്ടേക്ക് വരുന്ന നോക്കുന്നുണ്ട്. എടാ പൊട്ടന്മാരെ, ഇതെനിക്ക് പിടിക്കൂല. ചേടടിച്ചു പോകുമ്പോഴുണ്ടാവും ചില സമയത്ത് ഇടിയെടുക്കുന്ന സൗണ്ട്. അതെങ്ങനെ കുറച്ചിടുക? ഇവനെന്നാ ഉദ്ദേശിച്ച അയ്യോ, റെഡ് തീർന്ന്. അത് നന്നായി. സാധാരണ എല്ലാ കളിയിലും റെഡ് ആദ്യം തന്നെ വന്ന് ഫുൾ അലമ്പുണ്ടാക്കും. എന്തിനാന്നൊന്നുമില്ല, വെറുതെ അലമ്പുണ്ടാക്കും. ഇവന്റെ പിന്നെ റേഞ്ച് പോയാ നമുക്ക് 12. യെസ് ലെറ്റ്സ് ഗോ. ആള് വന്ന് ഓടാ. ആളല്ലേ ആള്, ഓടാ. വൈദ്യ പോയി ടീറോ. ഓടാ, ബെഡ് കവർ ചെയ്യടാ. ഓക്കെ,
എടാ എനിക്ക് അപ്പുറം കവർ ചെയ്യാനായില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച തീർന്ന് എല്ലാം കഴിഞ്ഞെന്നൊരു നിമിഷം വിചാരിച്ച്. ഓക്കെ ഓക്കെ അവൻ അങ്ങോട്ട്. ഓക്കെ 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 അവനെന്തോ പോഷനൊക്കെ കുടിച്ചിട്ടുണ്ട്. സോ നമ്മളെ തീയണ്ടി വിട്ടിട്ടുണ്ട്. ചങ്ങായിടിയ മുങ്ങിയാ. നമുക്കൊന്ന് അപ്ഗ്രേഡ് ആവണം. സോ നമുക്ക് ഇത് വാങ്ങാം, ഒരു TNT വാങ്ങാം. ബാക്കിയുള്ള ഗോൾഡ് നമുക്ക് ഇതിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്രീനല്ലേ നമ്മുടെ അടുത്ത് വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി, നമുക്ക് ഗ്രീനിൻ്റെ അടുത്ത് തന്നെ പോകാം ഗൈസ്. ഇത് നമുക്ക് ചത്തിട്ട് വരാം. പിന്നെ ഗൈസ് ഞാൻ ചെറുതായിട്ട് മറ്റേ നിഞ്ച ബ്രിഡ്ജോ അങ്ങനെ മറ്റേ സ്പീഡ് ബ്രിഡ്ജ് ഇല്ല അത് പഠിക്കുന്നുണ്ട്. സോ പഠിച്ച് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഒന്നും ചെയ്യാനുള്ള ഒരിതില്ല. ഞാൻ സാധാരണ വീഡിയോ റെക്കോർഡ് ചെയ്യാത്ത തരം അധികം അതന്നെ ചെയ്യല്. എന്നിട്ട് വേർഡ് പോകും ഗൈസ്. എടാ ഇവൻ എന്നാ ഉദ്ദേശിച്ച് ചങ്ങായി നമുക്കും മേലോട്ട് കാര്യം പോകും. ഓ ജസ്റ്റ് അതാ അവനും പോയി. എന്തുവാടാ എടാ 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 നമ്മളെ ശ്രദ്ധ തിരിച്ചിട്ട് യെലോന്റെ ഒരു ബുദ്ധിയേ. യെലോന്റെ ഒരു ബുദ്ധിയോ വെട്ടുമുട്ടി മൊത്തോനീതാ. അവന്റെ സ്പീഡ് ബൂസ്റ്റിംഗ് ഉണ്ട്, പക്ഷേ ജമ്പ് ബൂസ്റ്റിംഗ് ഉണ്ട്. പോടാ പോടാ ഞാൻ നമ്മുടെ ടീമിനെ തെറിച്ച് പോടാ. യെസ് 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 ഒന്ന് പോടാ പൊട്ടാ മരമാക്ക്. ഇവനെ ഒന്ന് ഹലോ ബ്രോ ഹായ് ഹലോ. അയ്യോ കൊല്ലടാ അവനാ. നേരെ ഞാനല്ലേ ചങ്ങനത്തായിട്ട്. അപ്പൊ എനിക്കൊരു ഇല്ലേ. എടാ പോടാ എനിക്ക് ഒറ്റക്കാവൂലടാ ഒറ്റക്കാവൂലടാ. അതുപോലെ നമ്മുടെ ഗ്രീനിനെയും തീർന്നിട്ടുണ്ട്. എടാ 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 ഇത് ചിലപ്പോ ജയിക്കും ചെറുതായിട്ടൊരു ചാൻസ് ഉണ്ട്. ചെറുതായിട്ടെന്ന് പറയുന്നുള്ളൂ. ഇത് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗായ്സ്. ബ്രോ യെസ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മളിതാ കളി ഇങ്ങനെ ജയിച്ചിട്ടുണ്ട് ഗായ്സ്. സോ നമ്മുടെ വിൻസ് 18 അത് കുറച്ച് കഴിയുമ്പോൾ കൂടും ഗൈസ്. ഫസ്റ്റ് തന്നെ അങ്ങ് കൂടൂല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോ എന്തിൻ്റെ ആയിരിക്കും? എന്തായാലും നിങ്ങൾ പോയിട്ട് ഈ വീഡിയോ കണ്ടോ ഗൈസ്, സൈഡിലുള്ള വീഡിയോ കണ്ടോ. ഇത് നമ്മുടെ കഴിഞ്ഞ ബെഡ് വർസിൻ്റെ വീഡിയോ ആണിത്. സോ എല്ലാവരും ഈ വീഡിയോ കണ്ടോ.